Okay, good morning, students. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെ ഓഡിയോൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, റൈറ്റ്? നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ഈ പ്രോബ്ലം പ്ലസ് കണക്റ്റഡ് ടോപ്പിക്സും കൂടെ ഈ ഒരു യൂട്യൂബ് വീഡിയോയിൽ കവർ ചെയ്യാം, റൈറ്റ്? ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരുന്നു നമ്മുടെ പ്രോബ്ലം ഉണ്ടായിരുന്നത് അല്ലേ? നമ്മുടെ പ്രോബ്ലം ഇതൊരു വേരിയബിൾ ലോഡ് വേരിയിങ് ലോഡ് വരുന്ന ഒരു സ്റ്റെപ്ഡ് ബാറിൻ്റെ കണ്ടീഷനാണ്, റൈറ്റ്? അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണുള്ള അല്ലേ? A composite bar is made of steel, okay, in portion AC, okay, this is your AC portion, AC, okay, and copper in portion CD, okay, ഇതാണ് D, okay, AC CD, okay, first part steel ആണ്, രണ്ടാമത്തെ part copper ആണ്, okay, and rigidly joined at C, right? Yes, at point C ആണത് join ചെയ്തിട്ടുള്ളത്, right? Find the extension of the bar. Yes, കാണാൻ പറഞ്ഞിരിക്കുന്നത് ഡെൽറ്റ എൽ ഓഫ് ദ ബാർ ആണ്, റൈറ്റ്? പ്രൊവൈഡഡ് യങ്സ് മോഡൽസ് വന്നിട്ടുണ്ട്, റൈറ്റ്? അപ്പോൾ ഇതുപോലൊരു പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമുക്കറിയാം, നമുക്ക് ഏറ്റവും ആദ്യം അറിയാവുന്ന ഒരു കാര്യം ടോട്ടൽ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ എക്സ്റ്റൻഷൻ ഓഫ് ദ ഫസ്റ്റ് വൺ ബാർ പ്ലസ് എക്സ്റ്റൻഷൻ ഓഫ് ദ സെക്കൻഡ് ബാർ ആണ്, അല്ലേ? അപ്പോൾ ഇത് മൊത്തത്തിലാണ് നമ്മുടെ ഇത് മൊത്തത്തിലാണ് നമ്മൾ നോർമൽ കേസിൽ ഒരു സിംഗിൾ ബാറായിട്ട് കാണും, ഇത് രണ്ടാമത്തെ ബാറായിട്ടും കാണും, ഓക്കെ? പക്ഷേ ഈ ഒരു പ്രോബ്ലത്തിൽ വരുന്നൊരു ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്, അല്ലേ? നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ എവിടെയൊക്കെ ഒരു ഡയമെൻഷണൽ ചേഞ്ച് ഉണ്ടോ അവിടെ ഒരു ഡിഫറെൻറ്റ് ബാറായിട്ട് കൺസിഡർ ചെയ്യണം. സിമിലർലി ഏതൊരു ബാറിൻ്റെ അടുത്തും ഇൻ ബിറ്റ്വീൻ ആയാലും ഏതൊരു പോയിന്റിലായാലും വേറെവർ ദർ ഇസ് എ ഫോഴ്സ് ആക്ടിങ് അതിനെയും ഒരു സെക്കൻഡ് ബാർ അല്ലെങ്കിൽ അതിന് ആ ഒരു പോർഷനിലായാലും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം, റൈറ്റ്? അപ്പോൾ ബേസ്ഡ് ഓൺ ദാറ്റ് കണ്ടീഷൻ നമുക്കിവിടെ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 3 ബാറാണ് ഉണ്ടാവും, റൈറ്റ്? ഇവിടെ നോക്കിയാൽ നമുക്ക് ഈ ഒരു ഡയഗ്രത്തിനൊന്ന് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒന്നുകൂടെ മാറ്റി വരയ്ക്കുകയാണെങ്കിൽ എന്താ ഈ ഒരു പോർഷൻ എടുത്തിട്ട് നമുക്ക് സ്പേസിനെ രണ്ടായിട്ട് അങ്ങ് തിരിക്കാം, ഓക്കെ? റൈറ്റ് നമുക്ക് ഇവിടെ നിന്ന് ചെയ്ത് നോക്കാം, റൈറ്റ്? അപ്പം ഞാനിങ്ങനെ നമുക്കിതിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, റൈറ്റ്? Let steel and copper the first portion, let this be my first part, second part, and then third part. ഇത് രണ്ടാമത്തത്, ഇത് 3, okay, and a load of 25 kilonewton is acting at the edge, okay, and 30 kilonewton രണ്ടാമത്തെ പോയിന്റ്, ഇവിടെ 30 kilonewton, right? ഇതാണ് കണ്ടീഷൻ, റൈറ്റ്? Now ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ ഈ ഒരു പ്രോബ്ലം പ്രോപ്പറായിട്ട് സോൾവ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇതുപോലെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെപ്സ് എങ്ങനെയാണ് ഇത് പ്രൊസീഡ് ചെയ്യേണ്ടത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്, 30 കിലോമീറ്റർ, റൈറ്റ്? ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈസ് ടു ചെക്ക് വെദർ എല്ലാ ഫോഴ്സസും ഈസ് അണ്ടർ ഈക്വിലിബ്രിയം ഓർ നോട്ട്. എല്ലാ ഫോഴ്സസും തന്നിട്ടുണ്ടെങ്കിൽ വെദർ ഓൾ ഫോഴ്സസ് ആർ ഇൻ ഈക്വിലിബ്രിയം, അല്ലെ? ചെക്ക് വെദർ the given bar is under equilibrium, okay? ഫോഴ്സിന്റെ ഇക്വിലിബ്രിയം കണ്ടീഷനിലാണോ ഈ എല്ലാ ബാറുള്ളത് നോക്കാം, ഓക്കെ? നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കുമ്പോൾ രസകരമായിട്ടുള്ള ഒരു കാര്യം വെച്ചാൽ രണ്ട് ഫോഴ്സ് തന്നിട്ടുണ്ട്, രണ്ട് ഫോഴ്സും ഒരേ ഡയറക്ഷനിലാണ്, അല്ലെ? ഫസ്റ്റ് ഫോഴ്സ് 30 കിലോമീറ്റർ ആണ്, രണ്ടാമത്തെ 25 കിലോമീറ്റർ ആണ്. രണ്ടും ആക്ട് ചെയ്യുന്നത് റൈറ്റ് സൈഡിലേക്കാണ്, റൈറ്റ്? സ്ക്രീനിന്റെ എന്റെ റൈറ്റ്, സ്ക്രീനിന്റെ ലെഫ്റ്റ്, അല്ലെ? അപ്പൊ ഇത് ബാലൻസ് ചെയ്യണമെങ്കിൽ ഒരു ഫോഴ്സ് ഇവിടെ ഉണ്ടായിരിക്കണം, റൈറ്റ്? അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഫോഴ്സ് ആക്ടിങ് along left direction must be balanced by force acting along right direction, right? നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് ഡയറക്ഷനിൽ എന്തൊക്കെയാ 30 കിലോ ന്യൂട്ടൺ പ്ലസ് 25 കിലോ ന്യൂട്ടൺ is acting, so that means force acting along the left direction is nothing but 55 കിലോ ന്യൂട്ടൺ, റൈറ്റ്? എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണാം, നമുക്ക് ഈ ഡിഫറെന്റ് പോയിന്റ്സ് നെയിം ചെയ്യാം. എ, ഇത് സി ആണ്, ലെറ്റ് ഇറ്റ് ബി എ സി ആൻഡ് ഡി, അല്ലെ? സോറി, എ ബി സി ആൻഡ് ഡി, ബി സി ആൻഡ് ഡി, റൈറ്റ്? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് അറ്റ് എ, കാരണം ഇവിടെയാണ് ഒരു ഫിക്സ്ഡ് എൻഡ് ഉള്ളത്. ഫിക്സ്ഡ് എൻഡ് ഉള്ള സ്ഥലത്താണ് ഇവിടെ എന്താണ്ടാവുക, റിയാക്ഷൻ വരും, അല്ലെ? നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന്റെ ഒരു സ്ഥലത്ത് പിടിച്ചു വെച്ചിരിക്കുന്നത് അത് റെസിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെ? സോ നമുക്ക് സിമ്പിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ എഫ് എ പ്ലസ് എഫ് എ മസ്റ്റ് ബി ഈക്വൽ ടു എഫ് ബി പ്ലസ് എഫ് ഡി ആണ്, കാരണം സി എന്നുള്ള പോയിന്റിൽ വേറെ ലോഡ് ഒന്നുമില്ല, റൈറ്റ്? സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എഫ് എ ഇസ് നത്തിങ് ബട്ട് 55 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും, ഓക്കെ? ഇത് ഏത് ലോജിക്കിൽ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം
ഫിക്സ്ഡ് എൻഡ് ആണ് നമ്മൾ നോക്കേണ്ടത്. കാരണം റിയാക്ഷൻ വരുന്നത് ഏതെങ്കിലും നമ്മളിപ്പോൾ ഒരു ചുമരിൽ നമ്മൾ എന്തെങ്കിലും സാധനം വെച്ച് പിടിച്ച് വലിക്കുന്നത് അതിന്റെ എഫക്ട്, അല്ലെങ്കിൽ നമ്മളെ കൈയിനെ പിടിച്ച് വലിക്കുന്നത്, അപ്പൊ നമ്മൾ ഷോൾഡറിലാണ് അത് ഫിക്സ് ചെയ്തിരിക്കുന്നത്, റൈറ്റ്. അപ്പൊ അവിടെയാണ് അതിന്റെ റിയാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ അവിടെ ആയിരിക്കും അതിന്റെ എഫക്ട് കൂടുതലായിട്ട് വരിക, റൈറ്റ്. സ്ട്രെസ് ബാക്കിയെല്ലാം പോലെ അനുഭവപ്പെടുമെങ്കിലും ഈ ഫിക്സ്ഡ് എൻഡിലാണ് അതിന്റെ റിയാക്ഷൻ വരിക, റൈറ്റ്. സോ FA is nothing but 55 kilonewton. ഓക്കെ, അപ്പൊ ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ടായി, റൈറ്റ്. ഞാൻ ഇത് എറേസ് ചെയ്യാണ്, നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു, റൈറ്റ്. അപ്പൊ ഫസ്റ്റ് പോർഷൻ ഈസ് ടു ഡിറ്റർമിൻ ദ അൺനോൺ ഫോഴ്സ്, റൈറ്റ്. അപ്പൊ അൺനോൺ ഫോഴ്സ് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ഡിറ്റർമിൻ ചെയ്തു. And that unknown force, okay, and that unknown force is 55 kilonewton, right. Now with this understanding നമുക്ക് ഇനി അടുത്ത ഇതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം. ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു 55 കിലോമീറ്റർ നമുക്കിപ്പോൾ ചെയ്ത് കിട്ടിയ 55 കിലോമീറ്ററിനെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ റെപ്രസെന്റ് ചെയ്യാം, റൈറ്റ്. ഓക്കെ, ഞാൻ റെപ്രസെന്റ് ചെയ്യാണ്. ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് FAയിലുള്ള ഫോഴ്സ് ഈസ് 55 കിലോമീറ്റർ. ഓക്കെ, ഇപ്പോഴാണ് ക്വസ്റ്റ്യൻ പൂർത്തിയാകുന്നത്. അതിനാണ് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത്, റൈറ്റ്. അപ്പൊ നമുക്കിവിടെ ഞാൻ പറഞ്ഞു, നമ്മളിവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റിലും ഒരു പുതിയ എലമെന്റ് അല്ലെങ്കിൽ B എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇൻ ടോട്ടൽ ഒരു എലമെന്റ് അല്ലെങ്കിൽ ഒരു ബാർ, 2 ബാർ, 3 ബാർ ഉണ്ട്. ഓക്കെ, സോ ടു സോൾവ് ദിസ് പ്രോബ്ലം യു നീഡ് ടു ബാലൻസ് 3 ബാർസ്, റൈറ്റ്. നമുക്ക് ഇതിനെ 3 ആയിട്ട് തന്നെ സ്പ്ലിറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ആസ് യൂഷ്വൽ. ഓക്കെ, ഫസ്റ്റ് വൺ ലെറ്റ് ഇറ്റ് ബി യുവർ C. Second, let this be your B portion. ഓക്കെ, എന്ന് വെച്ചാൽ ഇത് BC എന്ന് പറഞ്ഞ പോർഷൻ ആണ്, ഇത് CD നമുക്ക് ABC എന്ന് പറഞ്ഞാൽ നമുക്ക് 1 2 3 തന്നെ ഇടാം. ഓക്കെ, ഇവിടെ ഓക്കെ ഫസ്റ്റ് ബാർ, ഓക്കെ ഇതാണ് എൻ്റെ ഫസ്റ്റ് ബാർ. Now this is my second bar and let this be my third part, അല്ലെ. ഇത് AB എന്നുള്ള പോർഷൻ, റൈറ്റ്. നമുക്കിനി ഫോഴ്സ് ബാലൻസ് ചെയ്ത് നോക്കാം, റൈറ്റ്. ഫോഴ്സ് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഫോഴ്സ് ബാലൻസ് ചെയ്യാം, റൈറ്റ്. അപ്പൊ ഞാൻ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഫോഴ്സ് ബാലൻസ് ചെയ്യുമ്പോൾ എൻഡിലെ ലോഡ് എത്രയാണോ അത് തന്നെയാണ്. എത്ര? 25 കിലോ ന്യൂട്ടൺ ഇസ് ദ ലോഡ് ആക്ടിങ് അറ്റ് ദിസ് പോയിന്റ്, റൈറ്റ്. ടു ബാലൻസ് ദാറ്റ് എന്തായിരിക്കണം? യുവർ റിയാക്ഷൻ മസ്റ്റ് ബി 25 കിലോ ന്യൂട്ടൺ. ഇവിടെ വേറെ ഒന്നും ആലോചിക്കാനില്ല, 25 കിലോ ന്യൂട്ടൺ തന്നെ ആയിരിക്കണം അവിടെ, റൈറ്റ്. ഇനി അറ്റ് C, ഓക്കെ, നമുക്ക് എന്നാ ഈ ഒരു പ്ലെയിനിനെ മാത്രം ഇങ്ങ് സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങ് എടുക്കാം. ഓക്കെ, എനിക്കിവിടെ മനസ്സിലായത് ഈ ഒരു പോർഷനിൽ ആക്ട് ചെയ്യുന്നത് 25 കിലോ ന്യൂട്ടൺ എന്ന ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്, ഫൈൻ, റൈറ്റ്. നൗ ആക്ച്വലി ബട്ട് സിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല. C എന്നുള്ള പോയിന്റിൽ വേറൊരു എക്സ്റ്റേണൽ, നമ്മളിവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്, റൈറ്റ്. ഈ 25 എന്നുള്ള കിലോ ന്യൂട്ടൺ ഇവിടെ ആക്ട് ചെയ്യുമ്പോൾ അതിന്റെ റിയാക്റ്റീവ് ഫോഴ്സ് ഇവിടെ ഉണ്ടാവും, റൈറ്റ്. ആസ് സച്ച് സിയിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉള്ള അതിനർത്ഥം എന്താ? C എന്നുള്ള പോയിന്റിൽ ഫോഴ്സ് ആക്ടിങ് ഈസ് 0, റൈറ്റ്. എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണ്. പക്ഷെ ഇവിടെ ഒരു റിയാക്ഷൻ 25 കിലോ ന്യൂട്ടൺ ഉണ്ട് ഈ ഡയറക്ഷനിൽ. സം ടോട്ടൽ ഈ ഒരു പോയിന്റിൽ 0 ആവണമെങ്കിൽ എന്തുണ്ടാവണം? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു 25 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യണം, അല്ലെ. രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പിന്നെ സെയിം മാഗ്നിറ്റ്യൂഡ് ഉള്ള ഫോഴ്സ് വരുമ്പോൾ എന്താവും? ഇതിന്റെ സം വിൽ ബി ഈക്വൽ ടു 0, റൈറ്റ്. സോ ടു ബാലൻസ് ദാറ്റ് എന്തുണ്ടാവണം? ഈ ഒരു C എന്നുള്ള പോർഷനിൽ ഒരു 25 കിലോ ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യണം, റൈറ്റ്. ഒരു 25 കിലോ ന്യൂട്ടൺ ഫോഴ്സ് ഇവിടെ ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എ റിയാക്റ്റീവ് ഫോഴ്സ് 25 കിലോ ന്യൂട്ടൺ മസ്റ്റ് ആക്ട് ഹിയർ ആസ് വെൽ, റൈറ്റ്. അങ്ങനെ സെക്കൻഡ് പോർഷനും കംപ്ലീറ്റ് ആയി. ഓക്കെ, ഞാൻ ഇത്രേ ചെയ്തിട്ടുള്ളൂ. ഡിയിൽ 25 കിലോ ന്യൂട്ടൺ ഉണ്ട്, അതിന്റെ ബാലൻസ് ചെയ്യാൻ 25 കിലോ ന്യൂട്ടൺ. ആ പ്ലെയിനെ നമുക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ആ പ്ലെയിനെ നമുക്ക് സെപ്പറേറ്റ് എടുത്തിട്ട് ഇങ്ങ് കൊണ്ടുവരാം. ആ പ്ലെയിനിൽ ആക്ച്വലി ഈ C എന്നുള്ള പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 0 ആണ്, പക്ഷെ അവിടെ 25 കിലോ ന്യൂട്ടൺ റിയാക്ഷൻ ഉണ്ട്. സോ ഇവിടെ 0 ആവണമെങ്കിൽ എ ഫോഴ്സ് ഓഫ് 25 കിലോ ന്യൂട്ടൺ മസ്റ്റ് ആക്ട് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, റൈറ്റ്. അപ്പൊ എന്തായി? ഇവിടെ 25 കിലോ ന്യൂട്ടൺ. ടു ബാലൻസ് ദാറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു 25 കിലോ ന്യൂട്ടൺ വേണം, റൈറ്റ്. നൗ ഇനി നമുക്ക് നോക്കാം B എന്നുള്ള പോയിന്റ് നോക്കാം. B എന്നുള്ള പോയിന്റിൽ ആക്ച്വലി ഒരു 30 കിലോ ന്യൂട്ടൺ ഫോഴ്സ് ഈസ് ആക്ടിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു പ്ലെയിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആ ഒരു പ്ലെയിനെ മാത്രം എടുത്താൽ 25 കിലോ ന്യൂട്ടൺ ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്താ? ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ്. ആക്ച്വലി അവിടെ 30 ആക്ട് ചെയ്യണം. അപ്പൊ എന്താ ഉണ്ടാവണം? ഇവിടെ ആക്ച്വലി ഇവിടെ 30 ആക്ട് ചെയ്യണം, അല്ലെ. ഇവിടെ 30 ആക്ട് ചെയ്യണം. അപ്പോൾ എന്തുണ്ടാവണം? രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാകുമ്പോൾ യു ഹാവ് ടു ആഡ്, അല്ലെ. ഇവിടെ ചെയ്ത പോലെ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ടോട്ടൽ ആക്ച്വലി ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് മസ്റ്റ് ബി ഈക്വൽ ടു 55 കിലോ ന്യൂട്ടൺ, റൈറ്റ്.
ഇതും കൂടെ രണ്ടും കൂടെ കൂട്ടിയിട്ടുള്ള ടോട്ടൽ 55 കിലോമീറ്റർ ഫോഴ്സ്. ഇത് ആക്ച്വലി നമ്മൾ ലോജിക് ആണ് കേട്ടോ. നമ്മൾ ഇനി ഒരു ടെക്നിക്കും ട്രിക്കും ഒന്നും ആക്കുന്നതിനേക്കാളും ബെറ്റർ ഇത് ഈ ഒരു ലോജിക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. കാരണം 25 ആക്ട് ചെയ്യുന്നുണ്ട്, ആക്ച്വലി അവിടെ 30 ആക്ട് ചെയ്യണം. 25 ആക്ട് ചെയ്യുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ അതും കൂടെ ബാലൻസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആയിരിക്കണം അവിടെ കൊടുക്കേണ്ടത്. റൈറ്റ്. അപ്പൊ 55 കിലോമീറ്റർ. റൈറ്റ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമുക്കറിയാം, ഓൾറെഡി നമുക്കറിയാം ഇവിടെ 55 കിലോമീറ്റർ ആണ്. റൈറ്റ്. 55 കിലോമീറ്റർ is the force acting. So that means the total force is balanced. നമുക്കിത് ചെക്ക് ചെയ്യേണ്ട ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു എൻഡിൽ നിന്ന് തുടങ്ങുക വിത്ത് വൺ ഫോഴ്സ്. അങ്ങനെ ഇതെല്ലാം കൂടെ ബാലൻസ് ചെയ്ത് ലാസ്റ്റ് എൻഡിൽ എത്തുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ രണ്ട് ഡയറക്ഷനും സെയിം ഫോഴ്സ് ആയിട്ട് അത് ബാലൻസ് ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്ത ബാലൻസിങ് കറക്റ്റ് ആണെന്നാണ് എൻ്റെ അർത്ഥം. റൈറ്റ്. നൗ സോ ബാലൻസിങ് ക്ലിയർ ആയിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ദെർഫോർ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ എന്ത് വേണം, നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ എക്സ്റ്റൻഷൻ ആണ് അല്ലെ. Total extension of the bar, right? So for your total extension, delta L is equal to delta L of first one plus delta L of second one plus delta L of third one, right? Now delta L of first one is P L1 by A1 E plus E1 കാരണം different materials ആണ്. PL2 divided by A2 E2 P1 L1 by E2 different forces കൂടിയാണ് അല്ലെ, plus P3 L3 divided by A3 E3 ആണ് total deformation. Correct. Now P1 force is nothing but 25 kilonewton, 25 into 10 cube into length L1 നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 400 ആണ്, divided by area 5 by 4 into 20 square into Young's modulus of copper അല്ല 1.1 into 10 to the power 5 plus P1 again plus P2 അല്ലൂടെ അല്ലെ, P2 is the force, second body act ചെയ്യുന്ന ഫോഴ്സും 25 kilonewton തന്നെയാണ് into 10 cube into length എത്രയാണ് 300 ആണ് divided by A3 is 5 by 4 into 30 square ആണ് into material steel ആയതുകൊണ്ട് 2.2 into 10 to the power 5, right? പ്ലസ് ഇവിടെ എല്ലാ കേസിലും ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ യൂണിറ്റ് പ്ലസ് ആണ്. കാരണം നമുക്ക് ഇവിടെ നോക്കിയാൽ മതി എയറോസ് ഫസ്റ്റ് കേസിൽ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ടെൻസൈൽ ആണ്, സെക്കൻഡ് കേസിൽ നോക്കിയാലും ടെൻസൈൽ ആണ് ഫോഴ്സ് പോസിറ്റീവ് ആണ്, തേർഡ് കേസിൽ നോക്കിയാലും ടെൻസൈൽ ആണ് ഫോഴ്സ് അഗൈൻ ദാറ്റ് ഇസ് പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ എവിടെയെങ്കിലും ഒരു കംപ്രഷൻ ഉണ്ടെങ്കിൽ യു മസ്റ്റ് ടേക്ക് നെഗറ്റീവ്. റൈറ്റ്. നിങ്ങൾക്ക് തരുന്ന ഒരു അസൈൻമെന്റ് ആ രീതിയിൽ ഒരു പ്രോബ്ലം ഉണ്ടാവും. റൈറ്റ്. ഓക്കെ, നൗ P3 തേർഡ് കേസ് P3 റൈറ്റ്. P3 വരുന്ന സമയത്ത് okay, it is nothing but 55 kilonewton, 55 into 10 cube into length L3 അല്ലെ, L3 is 300 divided by 5 by 4 into 30 square into 2 into 10 to the power 5, right? On solving all this നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ you will get an answer 0.4 and വാല്യൂ പറയാം. എല്ലാം അത് ഡയറക്റ്റ് കാൽക്കുലേറ്റർ ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. സോൾവ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എക്സാക്ട് ആൻസർ തന്നെ കിട്ടും. And the answer is 0.459 mm. ഓക്കെ, ഈ ഒരു പ്രോബ്ലം ഒന്ന് ഹോംവർക്ക് ആയിട്ട് തന്നപ്പോൾ ആരുടെയും കറക്റ്റ് ആയിരുന്നില്ല. സോ ആൻസർ is 0.459 mm. ഓക്കെ, സോ ഇതിൽ ഉള്ള ഏറ്റവും മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇത് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഫോഴ്സ് ബാലൻസിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. വൺസ് അത് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി ക്ലിയർ ആവും. ബാക്കിയെല്ലാം പിന്നെ അതുപോലെ തന്നെ ചെയ്യാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഫോഴ്സ് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രാക്ടീസ് മാക്സിമം എത്രത്തോളം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രയും പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ യു കൻ കോൺടാക്ട് മീ. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു പ്രോബ്ലം. നൗ വിത്ത് ദിസ് ടോപ്പിക് വിത്ത് ദിസ് പ്രോബ്ലം വി ആർ ജസ്റ്റ് വൈൻഡിങ് ഔട്ട് ദിസ് എക്സസൈസ്. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം, വിച്ച് ഇസ് നത്തിങ് ബട്ട് കോമ്പോസിറ്റ് ബാർസ്. കൺസെപ്റ്റ് ഓഫ് composite bars or compound bars എന്ന് പറയും. Okay, see before going to this concept, composite bar അല്ലെങ്കിൽ compound bar എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് ഒരു കൺസെപ്റ്റ് ആണ്. ചിലപ്പോൾ നിങ്ങൾ മെക്കാനിക്സിൽ കേട്ടിട്ടുണ്ടാവും, ദാറ്റ് ഈസ് ഇൻഡിറ്റർമിനേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ അൺഡിറ്റർമിനേറ്റ് എന്നാണ്. ഓക്കെ, it is actually indeterminate bars. Okay, indeterminate bars or indeterminate systems.
ഇൻഡിറ്റർമിനേറ്റ് ബാർ എന്ന് പറയും, ഇൻഡിറ്റർമിനേറ്റ് ബീം ആണെങ്കിൽ ഇൻഡിറ്റർമിനേറ്റ് ബീം എന്ന് വരും, അല്ലെങ്കിൽ ഇൻഡിറ്റർമിനേറ്റ് സിസ്റ്റം എന്ന് ജനറൽ ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻഡിറ്റർമിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്? റൈറ്റ്, ഇൻഡിറ്റർമിനേറ്റ് സിസ്റ്റം അറിയുന്നതിനേക്കാളും മുമ്പ് എന്താണ് ഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം? നമ്മൾ ഇതുവരെ ചെയ്ത പ്രോബ്ലംസ് എല്ലാം ഒന്നും ഇൻഡിറ്റർമിനേറ്റ് സിസ്റ്റത്തിൽ വരുന്നതല്ല, എല്ലാം ഈസിലി സോൾവബിൾ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ്, എന്ത് ബേസിസിലാണ്. നമ്മൾ ഇൻഡിറ്റർമിനേറ്റ് സിസ്റ്റത്തിനെ ബേസിക്കലി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് indeterminate bars or indeterminate bar problems എന്ന് പറയുന്നത് is actually a category of problems, category of bars അല്ലെങ്കിൽ or problems, okay, എങ്ങനെ വേണം പറയാം അല്ലെ, problems which cannot be solved using equations of statics alone. Equation of statics alone is called indeterminate beams or indeterminate problems. Okay, അപ്പോൾ എന്താണ് ഇക്വേഷൻ ഓഫ് സ്റ്റാറ്റിക്സ്? റൈറ്റ്, അപ്പോൾ അത് നമ്മൾ ഇതുവരെ ചെയ്തതെല്ലാം സ്റ്റാറ്റിക്സ് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് മാത്രമായിരുന്നു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇതുവരെ ആസ് ഓഫ് നൗ നമ്മൾ ഇതുവരെ നോക്കിയ ടോപ്പിക്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു സിമ്പിൾ ബാർ when it is subjected to a load, constant load P കേസ് നോക്കി. ഓക്കെ, ഇത് ഡയറക്റ്റ് ആയിരുന്നു. ലോഡ് അറിയെങ്കിൽ നമുക്ക് സ്ട്രെസ്സും സ്ട്രെയിനും കാണാം. സ്ട്രെസ് ഇസ് നത്തിങ് ബട്ട് പി ബൈ എ, സ്ട്രെയിൻ ഈസ് നത്തിങ് ബട്ട് അല്ലെങ്കിൽ ഡെൽറ്റ എൽ, ഡിഫോർമേഷൻ ഇസ് നത്തിങ് ബട്ട് പി എൽ ബൈ എ ഇ എന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടി. റൈറ്റ്, ഓക്കെ, നമ്മൾ ഇതിനെ ഒന്നുകൂടെ കോംപ്ലിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റെപ്ഡ് ബാർ കൊണ്ടുവന്നു അല്ലെ, സ്റ്റെപ്ഡ് ബാർ സബ്ജക്റ്റഡ് ടു എ കോൺസ്റ്റന്റ് ലോഡ് പി അറ്റ് എൻ. റൈറ്റ്, അപ്പോൾ ഇവിടെയും ലോഡ് പി തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ലോഡ് പി നമുക്ക് കണ്ടുപിടിക്കാം. ഇതൊക്കെ സോൾവ് ചെയ്യാൻ അതും പോട്ടെ. പിന്നെ അതിനുശേഷം നമ്മൾ വന്നത് വാരിയിങ് ലോഡ് വരുന്ന കേസാണ് അല്ലെ. നമ്പർ ഓഫ് ബാർസ് വന്നു. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു P1 ആക്ട് ചെയ്യുന്നുണ്ടാവും, ഇവിടെ ഒരു P2 ആക്ട് ചെയ്യുന്നുണ്ടാവും, ഇവിടെ ഒരു P3 ഉണ്ടാവും. ഇങ്ങനത്തെ കണ്ടീഷൻ വന്നു. റൈറ്റ്, അപ്പോൾ ഇതിന്റെ മാക്സിമം കോംപ്ലക്സിറ്റി ആണ് ഇത്. ഓക്കെ, വാരിയിങ് ലോഡ് ഏറ്റവും മാക്സിമം കോംപ്ലക്സിറ്റി ആണ് ഇത്. റൈറ്റ്, അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി ചെയ്തത് ആദ്യം നമ്മൾ ഇവിടെ ഫോഴ്സ് ബാലൻസ് ചെയ്തു, ഓരോന്നിന്റെ കേസിലും ഫോഴ്സ് ബാലൻസ് ചെയ്തു. അതിനുശേഷം യു ക്യാൻ ഡയറക്ട്ലി ഫൈൻഡ് സ്ട്രെസ് അല്ലെ. നമുക്ക് അൾട്ടിമേറ്റ്ലി കാണേണ്ട സ്ട്രെസ് ആണ്. P ബൈ എ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പോർഷനിലും സ്ട്രെസ് കാണാം, അതേപോലെ ഓരോ പോർഷന്റെയും ഡിഫോർമേഷൻ കാണാം. യു ക്യാൻ ആഡ്, ആൻഡ് ദാറ്റ് മെത്തേഡ് ഈസ് ആക്ച്വലി കോൾഡ്, നമുക്ക് ആഡ് ചെയ്ത് സോൾവ് ചെയ്യുന്ന മെത്തേഡിനാണ് ആക്ച്വലി കോൾഡ് സൂപ്പർ പൊസിഷൻ ടെക്നിക്. ഓക്കെ, സൂപ്പർ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും അല്ലെ, സൂപ്പർ പൊസിഷൻ ടെക്നിക് എന്നാണ് പറയുക. ഓക്കെ, ഇവിടെ ചെയ്ത കാര്യം തന്നെ ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ഓഫ് 1 പ്ലസ് ഡെൽറ്റ എൽ ഓഫ് 2 പ്ലസ് ഡെൽറ്റ എൽ ഓഫ് 3 എന്ന് പറയുന്നതൊക്കെ ഈ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ബേസ് ചെയ്താണ്. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയാം, അല്ലെങ്കിൽ സൂപ്പർ പൊസിഷൻ ടെക്നിക് എന്ന് പറയാം. ഓക്കെ, എന്ന് വെച്ചാൽ സെയിം ഡയറക്ഷനിലാണ് യു ക്യാൻ ആഡ് ഓൾ ദ ഡിഫോർമേഷൻ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഈ എല്ലാ കേസിലും ഇതുവരെ എല്ലാ കേസിലും നിങ്ങൾ സോൾവ് ചെയ്ത മെത്തേഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതെല്ലാം സോൾവ് ചെയ്യാൻ നമുക്ക് ആ കൂടെ ഒരു ഇക്വേഷൻ മാത്രമേ വേണ്ടി വന്നിരുന്നുള്ളൂ. ഇതിലെല്ലാ കേസിലും ഒരു അൺനോൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അൺനോൺ, അല്ലെങ്കിൽ ഇതെല്ലാം സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആ കൂടെ ചെയ്യേണ്ടി വന്നിരുന്നത് ഈസ് ടു ബാലൻസ് ദ ഫോഴ്സസ്. ഓക്കെ, ഫോഴ്സ് ബാലൻസ് ചെയ്യുക. ഫോഴ്സ് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ ഓഫ് ദ ഫോഴ്സ്, എത്രയാണ് ഫോഴ്സ് വാല്യൂ എന്ന് വെച്ചാൽ അത് കറസ്പോണ്ടിങ് വാല്യൂ നമുക്ക് കിട്ടും. ഡയറക്റ്റ് യു ക്യാൻ ഫൈൻഡ് സ്ട്രെസ്. റൈറ്റ്, ഓക്കെ, അപ്പൊ ഇവിടെയൊക്കെ ഫോഴ്സ് ബാലൻസിങ് അല്ലെങ്കിൽ അറ്റ് ഇക്വിലിബ്രിയം അല്ലെ, ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബാലൻസ് ചെയ്തത്. കാരണം മോഷൻ ഇല്ലെങ്കിൽ ഫോഴ്സ് മസ്റ്റ് ബി ബാലൻസ്ഡ് അല്ലെ. ആ ഒരു കണ്ടീഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാം ചെയ്തത്. ആൻഡ് ദാറ്റ് കണ്ടീഷൻ ഇസ് ആക്ച്വലി കോൾഡ് ഇക്വിലിബ്രിയം കണ്ടീഷൻ ഫോർ ഫോഴ്സസ്. ഓക്കെ, ഇക്വിലിബ്രിയം കണ്ടീഷൻ ഫോർ forces another. Okay, so all these cases we have used only equilibrium condition to solve the problem. Okay, and this is a basic of equation of statics എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഈ പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യാൻ നമുക്ക് ഇക്വേഷൻ ഓഫ് സ്റ്റാറ്റിക്സ് മാത്രം മതിയായിരുന്നു. Okay, all these problems were solved using equation of statics alone. Okay, just force balancing അല്ലെങ്കിൽ equation of statics മാത്രം കൊണ്ട് നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റിയിരുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു കാറ്റഗറി ഓഫ് പ്രോബ്ലംസിനാണ് ഈ ഒരു കാറ്റഗറി ഓഫ് പ്രോബ്ലംസിനാണ് നമ്മൾ ഡിറ്റർമിനേറ്റ് ആയിട്ട് ഉള്ള സിസ്റ്റം പറയുന്നത്. ഇനി ഇപ്പൊ ഇനി അടുത്തൊരു കാറ്റഗറി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് നമ്മൾ ഇതിന്റെ കോംപ്ലക്സിറ്റി ഇങ്ങനെ കൂട്ടി വരിക ചെയ്യും അല്ലെ. Now there is a category, there is a category of problems which cannot be solved. വെറും equation of statics അല്ലെങ്കിൽ ഫോഴ്സ് ബാലൻസിങ് കൊണ്ട് മാത്രം സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. And those problems are called comes under indeterminate problems അല്ലെങ്കിൽ indeterminate bars അല്ലെങ്കിൽ composite പിന്നെ ബാർസിന്റെ ഒക്കെ കേസിലേക്ക് വരുമ്പോൾ you cannot solve the problem using
സിമ്പിൾ ഇക്വേഷൻ ഓഫ് സ്റ്റാറ്റിക്സ്. നമുക്ക് ഫർദർ മോർ അഡീഷണൽ കണ്ടീഷൻസും കൂടെ ആവശ്യമുണ്ടാവും അതുപോലത്തെ പ്രോബ്ലംസ് സോൾവ് ചെയ്യും. റൈറ്റ്. ഓക്കെ, അതിന്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ്, ഒരു ഇൻഡിറ്റർമിനേറ്റ് ബാറിന്റെ ക്ലാസിക് എക്സാമ്പിൾ ആണ് കോമ്പോസിറ്റ് ബാർ അല്ലെങ്കിൽ കോമ്പൗണ്ട് ബാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതെന്താണ്, എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, നൗ അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു ബേസിക് ഒരു പിക്ചറും കൂടെ കിട്ടാനുണ്ട്. കറക്റ്റ്. എന്ന് വെച്ചാൽ അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു ഇക്വേഷൻ ഫോഴ്സ് ബാലൻസ് ചെയ്തുകൊണ്ട് മാത്രം നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പിന്നെ എന്തൊക്കെ വേണം, എന്തൊക്കെ ഇൻപുട്ട് വേണം നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ. കറക്റ്റ്. അപ്പോൾ ആസ് സച്ച് ഒരു കണ്ടീഷൻ ഇത് തന്നെയാണ്, ഇക്വിലിബ്രിയം കണ്ടീഷൻ ഉണ്ടാവണം. ഓക്കെ, ഒരു ഇക്വേഷൻ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഫോഴ്സ് ബാലൻസിങ് ഇക്വേഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, ഒന്ന് ഇക്വിലിബ്രിയം കണ്ടീഷൻ. നൗ ടു സോൾവ് ദീസ് കൈൻഡ് ഓഫ് പ്രോബ്ലംസ് ലൈക്ക് കോമ്പോസിറ്റ് ബാർസ്, കോമ്പൗണ്ട് ബാർസിന്റെ ഒക്കെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ, in addition to this equilibrium അല്ലെങ്കിൽ force balance condition, you require one more condition which is called compactability condition. Compactability condition ന്റെ ആവശ്യമുണ്ട്. Compactability condition അല്ലെങ്കിൽ, or it is also called the relationship between deformation. Okay, relationship between deformations or strain relationship അല്ലെങ്കിൽ strain relationship ആണ് കോമ്പാക്റ്റബിലിറ്റി കണ്ടീഷൻ. ഇതൊക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. കോമ്പാക്റ്റബിലിറ്റി കണ്ടീഷൻ. ആൻഡ് ദ തേർഡ് വൺ, മൂന്ന് കണ്ടീഷൻസ് ആണ്. മൂന്നാമത് കോൺസ്റ്റിറ്റ്യൂട്ടീവ് റിലേഷൻസ് ആണ്. കോൺസ്റ്റിറ്റ്യൂട്ടീവ് റിലേഷൻ. റൈറ്റ്. കോൺസ്റ്റിറ്റ്യൂട്ടീവ് റിലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ആണ്. സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള റിലേഷൻഷിപ്പിനാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ടീവ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി നമുക്കറിയാം സ്ട്രെസ് ഈസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് ഇൻടു സ്ട്രെയിൻ. അത് എന്താണ്, ടെൻസൈൽ സ്ട്രെസ് ആണെങ്കിൽ ലീനിയർ സ്ട്രെയിനും കൂടി ആണെങ്കിൽ സ്ട്രെസ് ഈസ് ഈക്വൽ ടു യങ്സ് മോഡുലസ്. ഈ ഒരു റിലേഷൻഷിപ്പിനാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ടീവ് റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒരു പുതിയ ടെർമിനോളജി ഒന്നുമില്ല, നമ്മൾ ഹുക്സ് ലോ തന്നെയാണ്. അതിനെയാണ് ആ റിലേഷൻഷിപ്പിനാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ടീവ് റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സിമിലർലി മൂന്ന് കണ്ടീഷൻ ആണെന്ന് പറഞ്ഞാൽ അല്ലെ. ഒന്ന് ഈക്വിലിബ്രിയം കണ്ടീഷൻ ആണ്. ഫോഴ്സ് ബാലൻസ് ചെയ്തു. ഫോഴ്സ് ബാലൻസ് ചെയ്തുകൊണ്ട് മാത്രം പ്രോബ്ലം സോൾവ് ആവുന്നില്ല, കാരണം അതിലൊരു അൺനോൺ ഉണ്ടാവും. അത് സോൾവ് ചെയ്യാൻ കോമ്പാക്റ്റബിലിറ്റി കണ്ടീഷൻ എടുത്ത്, കോമ്പാക്റ്റബിലിറ്റി കണ്ടീഷന്റെ അകത്ത് തന്നെ വരും എന്ത്, കോൺസ്റ്റിറ്റ്യൂട്ടീവ് റിലേഷൻ. ഓക്കെ, അപ്പൊ ഏതാണ്ട് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടെ ഒന്നായിട്ടാണ് നമുക്ക് കാണാം. റൈറ്റ്. ഓക്കെ, സോ ദീസ് ആർ ദ ത്രീ ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഓർ important criteria for solving any problem on statics in mechanics of solids. Okay, എന്ന് വെച്ചാൽ these are called, ഇത് നമ്മൾ ഇങ്ങനെ പറയും, these are called the three pillars of mechanics of solids. Mechanics of solids ന്റെ ഏറ്റവും അടിസ്ഥാനം അല്ലെങ്കിൽ ഏറ്റവും ഫണ്ടമെന്റൽ പില്ലർ അല്ലെങ്കിൽ അതിന്റെ ഫൗണ്ടേഷൻ ആണ് ഈ മൂന്ന് ഇക്വേഷൻസ്. ഈ ഇക്വേഷൻസ് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് കോമ്പോസിറ്റ് ബാർസിന്റെ പിന്നെ അതുപോലെ തന്നെ കോമ്പൗണ്ട് ബാർസിന്റെ ഒക്കെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. റൈറ്റ്. ഓക്കെ, so these are the three pillars of mechanics of solids. Right. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു കോമ്പോസിറ്റ് ബാർ, അതിന്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുത്തിട്ട് അതിന്റെ ഒരു പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യുക. വളരെ സിമ്പിൾ ആണ്, പ്രോബ്ലംസ് ഒക്കെ വളരെ 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 സിമ്പിൾ ആണ്. കൺസെപ്റ്റ് കേട്ടിട്ട് ഞെട്ടണ്ട. റൈറ്റ്. ഓക്കെ, അപ്പോൾ കോമ്പോസിറ്റ് ബാറിന്റെ അതിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് കോമ്പോസിറ്റ് ബാർ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, so a composite bar, it's actually a bar which is made up of two or more bars. Okay, ഒന്നിൽ കൂടുതൽ ബാർ, അത് ഓഫ് ഡിഫറെന്റ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഈവൻ അൺഈക്വൽ ലെങ്ത്, ഡിഫറെന്റ് ലെങ്ത് ആവാം, സെയിം ലെങ്ത് ആവാം, ഓഫ് ഡിഫറെന്റ് മെറ്റീരിയൽസ്. ഓക്കെ, ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് റിജിഡ്ലി ഫിക്സ്ഡ് വിത്ത് ഈച്ച് അതർ ആൻഡ് ബിഹേവിംഗ് ആസ് എ സിംഗിൾ യൂണിറ്റ്. ഇതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഈസ് ബിഹേവിംഗ് ആസ് എ സിംഗിൾ യൂണിറ്റ്. ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്, പല പല ലെങ്ത്തിലുള്ള മെറ്റീരിയൽസ് ഉണ്ട്. ഇതിനെല്ലാം റിജിഡ് ആയിട്ട് ഫിക്സ് ചെയ്തിട്ടാണ് പല പല ലെങ്ത് ഉള്ള മെറ്റീരിയൽ. ഫോർ എക്സാമ്പിൾ ഏതാണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ, ഓക്കെ, അതിപ്പം ഇത് സ്റ്റീൽ ആണെന്ന് വിചാരിക്കാം. സ്റ്റീല്, കോപ്പർ, ഇറ്റ് ഇസ് കണക്റ്റഡ്. ഓക്കെ, റൈറ്റ്, and this is connected, the load P is acting over here. Right. അപ്പോൾ ഇതുപോലെ ഒരു കണ്ടീഷനാണ് നടക്കുക. ഇത് സ്റ്റീലാണ്, മറ്റേത് കോപ്പർ ആണ്. റൈറ്റ്. ഉണ്ടോ? ഇത് പറയുന്നത് വെച്ചാൽ കോമ്പോസിറ്റ് ബാർ എന്ന് പറഞ്ഞാൽ ഈ ഒരു കേസിൽ ഇപ്പോൾ സെയിം ലെങ്ത് ആണ്. സെയിം ലെങ്ത് ആവാം, അൺഈക്വൽ ലെങ്ത് ആവാം. ഓക്കെ, ബട്ട് ഓഫ് ചില ടെക്സ്റ്റിൽ ഈക്വൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈക്വൽ ലെങ്ത് ആവണമെന്ന് മാത്രമല്ല, അൺഈക്വൽ ലെങ്ത് ആയാലും നമുക്ക് സോൾവ് പിന്നെ കോമ്പോസിറ്റ് ബാർ തന്നെയാണ്. ഓക്കെ, ടു ഓർ മോർ ബാർസ്, രണ്ടാവാം, രണ്ടിൽ കൂടുതലാവാം. ഓക്കെ, ഓഫ് ഈക്വൽ ഓർ അൺഈക്വൽ ലെങ്ത്. ഓക്കെ, ഇവിടെ ഈക്വൽ ലെങ്ത് ആണ്, ബട്ട് ഓഫ് ഡിഫറെന്റ് മെറ്റീരിയൽസ്. യെസ്, ഡിഫറെന്റ് മെറ്റീരിയൽസ്. വൺ ഈസ് സ്റ്റീൽ ആൻഡ് അതർ വൺ ഈസ് കോപ്പർ. ഓക്കെ,
and it is rigidly fixed. Okay, and it is behaving rigidly fixed ആണ്. It is behaving as a single unit. നമുക്ക് ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഈ കംപ്ലീറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിംഗിൾ യൂണിറ്റിനെ പോലെയാണ് ബിഹേവ് ചെയ്യുക. ഓക്കെ, അതാണ് വളരെ ഇമ്പോർട്ടന്റ് ഫോർ എക്സ്റ്റൻഷൻ ഓർ കംപ്രഷൻ. എന്ന് വെച്ചാൽ ഇതിൽ ഞാനൊരു ലോഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഈ കംപ്ലീറ്റ് സിസ്റ്റം ബിഹേവ് ചെയ്യുന്ന ആസ് എ സിംഗിൾ യൂണിറ്റ്. എന്ന് വെച്ചാൽ ഇതിൽ ഡീഫോർമേഷൻ പിടിച്ച് വലിക്കുകയാണെങ്കിൽ അതിലുണ്ടാകുന്ന ഡീഫോർമേഷൻ എന്ന് വെച്ചാൽ കോപ്പറിൽ ഉണ്ടാകുന്ന ഡീഫോർമേഷനും സ്റ്റീലിൽ ഉണ്ടാകുന്ന ഡീഫോർമേഷനും സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ബിഹേവ്സ് ആസ് എ സെയിം യൂണിറ്റ് എന്നാണ് പറയുന്നത്. റൈറ്റ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഫോഴ്സ് സ്റ്റീലിൽ കൊടുക്കുമ്പോൾ അതിലുണ്ടാകുന്ന എക്സ്റ്റൻഷനും ഇപ്പൊ ആക്ച്വലി ശരിക്കും ഇപ്പൊ സ്റ്റീലിൽ ഞാൻ വലിക്കുകയാണെങ്കിൽ സ്റ്റീൽ ചിലപ്പോൾ ഇത്രത്തോളം വലിഞ്ഞത് വരും. പക്ഷെ നേരെ മറിച്ച് കോപ്പർ ചിലപ്പോൾ ഇത്രത്തോളം അതിന്റെ ഡീഫോർമേഷൻ വന്നിട്ടുണ്ടാവും. പക്ഷെ when it is joined combinedly and it is formed a composite material ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല, രണ്ടും ഒരുമിച്ച് ഒരേപോലെയാണ് അവിടെ ഡീഫോർമേഷൻ ഉണ്ടാവുക. ഓക്കെ, such types of bars are called composite bars. Okay, now in this condition, ഇതിൽ composite barന്റെ രണ്ട് important condition എന്ന് പറഞ്ഞാൽ the force will be distributed among the bars, among the bars. ഓക്കെ, ഇതാണ് ഒരു കണ്ടീഷൻ. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് രണ്ട് സ്റ്റീലിലും കോപ്പറിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകും. ഒബ്വിയസ്ലി അതിപ്പോൾ എങ്ങനെയായാലും അങ്ങനെ തന്നെയാണ് അല്ലെ. നമ്മൾ ഒരു ഇതേപോലത്തെ ഒരു സ്ട്രക്ചറിൽ നമ്മൾ ഒരാൾ തൂങ്ങിക്കുന്നെങ്കിൽ അത് രണ്ടും കൂടെ ഷെയർ ചെയ്തിട്ടാണ്, രണ്ട് ലോഡും നമ്മൾ മൊത്തം വെയിറ്റ് എന്ന് പറയുന്നത് രണ്ട് പില്ലേഴ്സ് ഷെയർ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളവിടെ പിന്നെ ഷെയർ ചെയ്തിട്ടാണ് അതവിടെ നിൽക്കുന്നത് അല്ലെ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീഫോർമേഷൻ in both the bars are same. Okay, deformation in both the bars are same. Okay, so that means delta L of copper is equal to delta L of steel എന്ന് പറയാം. Okay, or strain acting on copper is equal to strain acting on steel എന്ന് വേണമെങ്കിൽ പറയാം. Okay, ഇതാണ് കണ്ടീഷൻ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് പോകാം. ഓക്കെ, ഇത് എന്തുകൊണ്ട് ഇതൊരു ഇൻഡിറ്റർമിനേറ്റ് സിസ്റ്റം ആവുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഇഫ് എ ലോഡ് പി ഈസ് ആക്ടിങ്, ഓക്കെ, നമുക്ക് ഇത് സോൾവ് ചെയ്യണമെങ്കിൽ ഇപ്പൊ ഇഫ് യു ആർ സപ്പോസ് ടു ഫൈൻഡ് ദ സ്ട്രെസ് ആക്ടിങ് ഓൺ സ്റ്റീൽ. ഓക്കെ, ഒബ്വിയസ്ലി നമ്മളോട് ചോദിക്കുന്നത് സ്ട്രെസ് ആക്ടിങ് ഓൺ സ്റ്റീൽ ആൻഡ് സ്ട്രെസ് ആക്ടിങ് ഓൺ കോപ്പർ ആണ് കാണുന്നത്. ഓക്കെ, അപ്പൊ ടു ഫൈൻഡ് എന്താണ് സ്ട്രെസ് ആക്ടിങ് ഓൺ സ്റ്റീൽ ആൻഡ് സ്ട്രെസ് ആക്ടിങ് ഓൺ കോപ്പർ. നമുക്കറിയാം സ്ട്രെസ് ആക്ടിങ് ഓൺ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ലോഡ് ആക്ടിങ് ഓൺ സ്റ്റീൽ ബൈ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് സ്റ്റീൽ ആണ്. സ്ട്രെസ് ആക്ടിങ് ഓൺ കോപ്പർ എന്ന് പറഞ്ഞാൽ ലോഡ് ആക്ടിങ് ഓൺ കോപ്പർ ബൈ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് കോപ്പർ. ആണ്, ശരിയല്ലേ? അപ്പോ ഇത് കിട്ടണമെങ്കിൽ അപ്പൊ ഇത് സോൾവ് ചെയ്യണമെങ്കിൽ എന്താണ്? ഏരിയ തന്നിട്ടുണ്ടാവും. ഓക്കെ, ബാറിന്റെ ഏരിയ തന്നിട്ടുണ്ടാവും. പക്ഷെ ലോഡ് ആക്ടിങ് ഓൺ സ്റ്റീലും ലോഡ് ആക്ടിങ് ഓൺ കോപ്പറും ഒരാണ്. ഓക്കെ, ആസ് പെർ ദ ഫസ്റ്റ് കണ്ടീഷൻ എന്താ പറയുന്നത്? ഫസ്റ്റ് കണ്ടീഷൻ എന്താ പറയുന്നത്? ലോഡ് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് ദ ടു. P is equal to P steel plus P copper ആണ്. ഇതാണ് എന്റെ ഫസ്റ്റ് കണ്ടീഷൻ. റൈറ്റ്. പക്ഷെ നമുക്ക് ഈ ഒറ്റ ഇക്വേഷൻ കൊണ്ട് ഇത് സോൾവ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഇതിന്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഫസ്റ്റ് വൺ is your equilibrium condition. Okay, equilibrium condition, load is distributed among the two. Okay, so as per the equilibrium condition, P is equal to P steel plus P copper ആണ്. ഫൈൻ, പരമാർത്ഥമാണ്. റൈറ്റ്. ഓക്കെ, പക്ഷെ ഈ ഒറ്റ ഇക്വേഷൻ കൊണ്ട് ഇതാണ് നമ്മൾ മറ്റേ പഴയ കേസിലൊക്കെ ലോഡ് ബാലൻസ് ചെയ്തത്. അതേ ലോഡ് ബാലൻസ് സ്റ്റെപ്പാണ് വിളിച്ചത്. പക്ഷെ ഈ ഒറ്റ സ്റ്റെപ്പ് കൊണ്ട് നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ? പി സ്റ്റീൽ നമുക്കറിയില്ല, പി കോപ്പറും അറിയില്ല. അപ്പൊ ഇത് സോൾവ് ചെയ്യണമെങ്കിൽ ലോഡ് ആക്ടിങ് ഓൺ സ്റ്റീലും കണ്ടുപിടിക്കണം, ലോഡ് ആക്ടിങ് ഓൺ കോപ്പറും കണ്ടുപിടിക്കണം. നോ, അത് കണ്ടുപിടിക്കണമെങ്കിൽ എഗെയിൻ എന്ത് വേണം? നമുക്ക് അടുത്ത കണ്ടീഷനിലേക്ക് പോകണം. ഇതാണ് നമ്മൾ പറഞ്ഞത്. എന്താണ് ഇത്? ഈ ഒരു ബാറിന് ഒരു സ്പെഷ്യാലിറ്റി കൊണ്ടുവരുന്നത് ഡീഫോർമേഷൻ ഇൻ ബോത്ത് ദ ബാർസ് ആർ സെയിം അല്ലെ. അപ്പൊ ഇതാണ് രണ്ടാമത്തെ കണ്ടീഷൻ, ദാറ്റ് ഈസ് കോൾഡ് കോമ്പാക്റ്റിബിലിറ്റി കണ്ടീഷൻ. ഓക്കെ, ഒരു പേരിട്ടൊന്നേ ഉള്ളൂ, കോമ്പാക്റ്റിബിലിറ്റി കണ്ടീഷൻ എന്ന് വെച്ചാൽ ഡെൽറ്റ എൽ deformation in steel is equal to deformation in copper. Right. ഞാൻ ഇപ്പോഴത്തെ ഒരു സ്പേസ് യൂസ് ചെയ്യാണ്. ഇതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. deformation in steel is equal to deformation in copper. Okay, so delta L of steel എന്ന് പറയുന്നത് it is nothing but PL by AE of steel is equal to PL by AE of copper. Right. Now length ഈ കേസിൽ സെയിം ആണ്, you can strike off the length. Right. അല്ലെങ്കിൽ ലെങ്ത് തന്നിട്ടുണ്ടെങ്കിൽ ലെങ്ത് വാല്യൂ അവിടുന്ന് കിട്ടും. You can strike off the length. Right. Now
Young's modulus of steel, Young's modulus copper will be given. Area of steel and area of copper will be given. Only unknown is P steel and P copper. നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ P steel is equal to something into P copper എന്ന് കിട്ടും. എന്ന് വെച്ചാൽ you will get a relationship between steel and copper. Okay. Once you get a relationship between steel and copper, you can directly substitute over here and you can solve this. Now, അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്വാഭാവികമായിട്ട് തോന്നാം, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു പ്രോബ്ലം ചെയ്യുന്നത് 3 കണ്ടീഷൻ വേണം. ഒന്ന് ഇക്വിലിബ്രിയം ആയിരുന്നു, രണ്ടാമത് കോമ്പാക്റ്റബിലിറ്റി ആയിരുന്നു, മൂന്നാമത് കോൺസ്റ്റിറ്റ്യൂട്ടീവ് ആയിരുന്നു അല്ലെ. ആ കോൺസ്റ്റിറ്റ്യൂട്ടീവ് റിലേഷൻ നിങ്ങൾ തന്നെ അറിയാതെ ഇവിടെ അപ്ലൈ ചെയ്തു ഓൾറെഡി. എങ്ങനെ? ഇത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ആണ്. യങ്സ് മോഡുലസും കൂടെ വന്നു റൈറ്റ്. അപ്പോൾ ഈ 3 കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലത്തെ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ റൈറ്റ്. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, യു വിൽ ഗെറ്റ് ദ സൊല്യൂഷൻ ആസ് പി സ്റ്റീൽ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു പി കോപ്പർ റൈറ്റ്. സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓവർ ഹിയർ, യു ക്യാൻ സോൾവ് ദ പ്രോബ്ലം. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. അപ്പോൾ ഇത് ഈ ഒരു കണ്ടീഷൻസ് ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ഒരു പ്രോബ്ലം ആകുമ്പോഴൊക്കെ ഏതാണ്ടത് ക്ലിയർ ആവും റൈറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രോബ്ലം. പ്രോബ്ലത്തിൽ പറയുന്നത് a compound bar of length 500 mm. Okay, a compound bar of length 500 mm consists of a strip of aluminium 500 mm wide and 200 mm thick. A strip of steel 500 mm wide and 15 mm thick rigidly joined at the ends. If the bar is subjected to a load of 50 kilonewton, find the stresses developed in each material and the extension of the bar. Okay, ഇത് ഡയഗ്രാം ഉണ്ടെങ്കിൽ മാത്രമേ ക്ലിയർ ആവുള്ളൂ. ഡയഗ്രാം വരക്കാം. ഡയഗ്രാം ഇങ്ങനെയാണ് വരിക. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ ആണ് വരക്കുമ്പോൾ ഇങ്ങനെ തോന്നുന്നേ ഉള്ളൂ. ഓക്കെ റൈറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് കണ്ടീഷൻ. ഇത് ഫസ്റ്റ് പാർട്ട് it is steel and the second part copper. Okay, and this is subjected to a load of 50 kilonewton. See, as per the question, 50 kilonewton load on act ചെയ്യുന്നത് correct, and the total length of this one is 500 mm right. Okay, question detail ആയിട്ട് നോക്കാം. So as per the question, compound bar ആണ്, compound bar ആണുള്ളത്. 500 mm length, yes, total length is 500 mm, consists of an aluminum strip. Okay, aluminum stripന്റെ cross section area ആണ് 50 mm wide ആണ്, 20 mm thick ആണ് അല്ലെ. 50 mm wide and 20 mm thick. A strip of steel, again അതിന്റെ cross section തന്നിട്ടുണ്ട്, joined at the ends. Okay, അപ്പോൾ ഇത് സർക്കുലർ അല്ല, റെക്ടാങ്കുലർ സ്ട്രിപ്സ് ആണ് അല്ലെ. ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതുപോലെ റെക്ടാങ്കുലർ ആയിട്ടാണ് ഉണ്ടാവും. ഓക്കെ, ആ ഒരു പിക്ചർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുന്നതായിരിക്കും റൈറ്റ്. ഇങ്ങനെ ഉണ്ടാവും റൈറ്റ്. If the bar is subjected to a load of 50 kilonewton, okay, 50 kilonewton, find the stresses developed in each material. Okay, see, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമുക്ക് എപ്പോഴും എൻഡെന്ന് തിരിച്ചു വന്നാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറയുന്നത് സ്ട്രെസ് ആക്ടിങ് ഓൺ സ്റ്റീൽ ആൻഡ് സ്ട്രെസ് ആക്ടിങ് ഓൺ കോപ്പർ ആണ് അല്ലെ. ആക്സിയൽ ലോഡ് ആണ്. ആക്സിയൽ ലോഡ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ആക്ടിങ് ഓൺ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ലോഡ് ആക്ടിങ് ഓൺ സ്റ്റീൽ ബൈ ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് സ്റ്റീൽ, load acting on copper divided by cross section area of copper, right. That's a area of steel and area of copper, right. Now area of steel നമുക്ക് ഓരോന്ന് നോക്കാം. നമുക്ക് ഇത് പി ഓഫ് സ്റ്റീൽ ഇവിടെ ഡയറക്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ എളുപ്പമായിരുന്നു കാണാൻ അല്ലെ. ഏരിയ ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ക്രോസ് സെക്ഷൻ 50 mm into 20 mm, 50 into 20. എന്താ ഫോർ ഏരിയ ഓഫ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സോൾവ് ചെയ്യാം, വാല്യൂ നമുക്ക് കിട്ടും. ഇതിപ്പം 1000 mm square എന്ന് കിട്ടും. Now similarly area of copper, area of copper എന്ന് പറഞ്ഞാൽ അവിടെയും തന്നിട്ടുണ്ട്. എത്രയാ? സോറി, സ്റ്റീൽ അല്ല, അലുമിനിയം ആണ് അല്ലെ. അലുമിനിയം, സോറി, അലുമിനിയം ആണ്. അലുമിനിയം. ഓക്കെ, അലുമിനിയം. ഏരിയ ഓഫ് കോപ്പർ എന്ന് പറഞ്ഞാൽ 50 into 15 ആണ് അല്ലെ. 50 into 15 ആണ്. And the value comes to be 750 mm square. Alright, അപ്പോൾ ഇനി ഈ
സ്ട്രെസ് വാല്യൂ കിട്ടണമെങ്കിൽ ഇനി ആ കൂടെ എനിക്ക് അൺനോൺ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ പി സ്റ്റീലും പി കോപ്പറും. പി സ്റ്റീലും പി കോപ്പറും അറിയാമെങ്കിൽ പിന്നെ എനിക്ക് വേറെ പണിയൊന്നുമില്ല, ഡയറക്റ്റ് സോൾവ് ചെയ്യാനേ ഉള്ളൂ. റൈറ്റ്. അപ്പോൾ so your obvious next step is to determine P steel and P copper. Right. ഇത് കാണാനാണ് നമ്മൾ ഇനീഷ്യലി പഠിച്ച സ്റ്റെപ്സ് ഒക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. റൈറ്റ്. അപ്പോൾ ഇത് നമ്മളോട് പറഞ്ഞിട്ട് ഒരു കോമ്പോസിറ്റ് ബാർ ആണ്. കോമ്പോസിറ്റ് ബാർ ആകുമ്പോൾ നമുക്ക് രണ്ട് കണ്ടീഷൻസ് യൂസ് ചെയ്യണം. റൈറ്റ്. സോ ഒരു ഇക്വേഷൻ മാത്രം കൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയില്ല, രണ്ട് ഇക്വേഷൻസ് തന്നെ വേണം അല്ലെ. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ഈസ് യുവർ ഇക്വിലിബ്രിയം equation. Correct. So on applying this equilibrium equation, നമുക്കറിയാം force acting P is equal to P steel plus P copper ആണ്. Okay, the 15 Newton is distributed among steel and copper. Correct. So this is your first equation. Okay, അപ്പോൾ equilibrium condition ആയി ഒന്നുമില്ല, ആക്ട് ചെയ്യുന്ന 15 Newton ഈ രണ്ടിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നു. ഇതിൽ വേറെ ലോജിക് ഒന്നുമില്ല അല്ലെ, ഡയറക്റ്റ് നമുക്ക് മനസ്സിലാക്കി വെക്കാൻ കഴിയുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. Right. So that is equal to P എന്ന് പറയുന്നത് total force is equal to P steel plus P copper. Right. Now the second condition എന്ന് പറയുന്നത് നമുക്ക് ഇതുകൊണ്ട് സോൾവ് ചെയ്യാൻ കഴിയില്ല. എന്ത് വേണം? കോമ്പാക്റ്റബിലിറ്റി കണ്ടീഷൻ വേണം. ഇത് ഇതുപോലെ തന്നെ സോൾവ് ചെയ്യണം കേട്ടോ. കോമ്പാക്റ്റബിലിറ്റി കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ടോട്ടൽ ഡീഫോർമേഷൻ വിൽ ബി സെയിം. റൈറ്റ്. നൗ എന്ന് വെച്ചാൽ ഡെൽറ്റ എൽ ഓഫ് സ്റ്റീൽ will be equal to, ഇതാണ് ഇത് സോൾവ് ചെയ്യാനുള്ള ഒരു ട്രിക്ക് എന്ന് പറയുന്നത് അല്ലെ. സോറി, ഡെൽറ്റ എൽ ഓഫ് അലുമിനിയം, സോറി ഇതെല്ലാം സ്റ്റീലിനാണ് അലുമിനിയം. ഓക്കെ, ഡെൽറ്റ എൽ ഓഫ് അലുമിനിയം is equal to ഡെൽറ്റ എൽ ഓഫ് കോപ്പർ, or that is nothing but PL by AE of aluminum is equal to PL by AE for copper. Right. അങ്ങനെ നോക്കാം, ഓരോ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. P of aluminum into length of aluminum. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അലുമിനിയത്തിന്റെ ലെങ്ത്തും പിന്നെ കോപ്പറിന്റെ ലെങ്ത്തിലും വലിയ കാര്യമില്ല, കാരണം രണ്ടും സെയിം ലെങ്ത് ആണ്. യു ക്യാൻ ഡയറക്ട്ലി സ്ട്രൈക്ക് ഓഫ്. റൈറ്റ്. നോ പി ഓഫ് അലുമിനിയം ഡിവൈഡഡ് ബൈ, അപ്പോൾ ഏരിയ ഓഫ് അലുമിനിയം നമുക്ക് കിട്ടി എത്രയായിരുന്നു? 1000 ആണ്. 1000 ഇൻറ്റു യങ്സ് മോഡുലസ് ഓഫ് അലുമിനിയം 1 ഇൻറ്റു 10⁵ ആണ്. റൈറ്റ്. അഗൈൻ പി ഓഫ് കോപ്പർ ഡിവൈഡഡ് ബൈ 750 ആണ് ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻറ്റു സോറി അലുമിനിയം സ്റ്റീലും ആയിരുന്നു അല്ലേ. ഐ എം സോറി അതുപോലെ തന്നെ മാറ്റാം. സ്റ്റീൽ അലുമിനിയം സ്റ്റീൽ, റൈറ്റ്. സ്റ്റീൽ, ഓക്കെ, റൈറ്റ്. ഇൻറ്റു സ്റ്റീൽ 2 ഇൻറ്റു 10⁵. റൈറ്റ്. ഓക്കെ, അത് മാറിപ്പോലെ അലുമിനിയം സ്റ്റീലാണ്. റൈറ്റ്. ക്വസ്റ്റ്യൻ നോക്കിയാൽ നമ്മൾ ശ്രദ്ധിച്ചില്ല. ഓക്കെ, സോ റെസ്പെക്റ്റീവ് ഓഫ് മെറ്റീരിയൽ, നമുക്ക് ആകെ മെറ്റീരിയലിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത് എപ്പോഴാന്ന് വെച്ചാൽ അതിന്റെ യങ്സ് മോഡുലസ് വാല്യൂ എടുക്കുമ്പോൾ മാത്രമാണ്. അതായത് നോക്കിയത് സ്റ്റീലിന്റെ വാല്യൂ ആണ് 2 ഇൻറ്റു 10⁵. ഓക്കെ, അപ്പൊ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ, കാരണം ഇത് പി അലുമിനിയം സ്റ്റീലും മാത്രമേ ഇവിടെ അൺനോൺ ആയിട്ടുള്ളൂ അല്ലെ. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പി അലുമിനിയം ആൻഡ് പി സ്റ്റീൽ. റൈറ്റ്. അപ്പൊ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പി സ്റ്റീൽ is equal to 1.5 പി അലുമിനിയം എന്ന് കിട്ടും. Okay, 1.5 times of P aluminum. Okay, let this be my second equation. Substitute 2 in 1. Okay, 2 എന്നുള്ള equation 1 substitute ചെയ്യാം. അപ്പോൾ your total load P നമുക്കറിയാം 50 into 10 cube ആണ്, is equal to എന്ത് കിട്ടും? P aluminum plus P steel അല്ലെ. P aluminum plus 1.5 P aluminum. Right, solve with that 2.5 P aluminum. Solving you will get P aluminum value എത്ര വെച്ചാൽ കിട്ടും അല്ലെ. P aluminum value സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 20 into 10⁵ അല്ലെങ്കിൽ 20 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. 20 into 10⁵ ന്യൂട്ടൺ എന്ന് കിട്ടും. ഇത് സോൾവ് ചെയ്ത് നോക്കണം. സിമിലർലി പി ഒന്ന് കിട്ടിയാൽ അടുത്ത നമുക്ക് എന്തായാലും കിട്ടും. പി സ്റ്റീൽ എത്ര? 30 into 10⁵ എന്ന് കിട്ടും. 30 into 10⁵ ന്യൂട്ടൺ ഫോഴ്സ് എന്ന് കിട്ടും. റൈറ്റ്. ഇനി ബാക്കിയൊന്നും പ്രശ്നമില്ലല്ലോ. നേരെ പി അലുമിനിയം പി സ്റ്റീൽ വാല്യൂ യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഓവർ ഹിയർ. That will give the stress acting on P steel and P aluminum. ഇനി ടോട്ടൽ ഡീഫോർമേഷൻ കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് മതി? ഏതെങ്കിലും ഒന്നിന്റെ PL/AE കണ്ടുപിടിച്ചാൽ മതി. ഡെൽറ്റ എൽ ഓഫ് അലുമിനിയം അല്ലെങ്കിൽ ഡെൽറ്റ എൽ ഓഫ് സ്റ്റീൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സെയിം ആയിരിക്കുമല്ലോ, രണ്ടിന്റെ കേസിലും സെയിം ആയിരിക്കും. യെസ്, ഇവിടെ ചോദിച്ചിട്ടുണ്ട് ഓൾസോ ഡിറ്റർമിൻ ദ എക്സ്റ്റൻഷൻ ഓഫ് ദ ബാർ. ഓക്കെ, ഏതെങ്കിലും ഒന്നിനെ നോക്കുക. ഡെൽറ്റ എൽ ഓഫ് അലുമിനിയം ആണെങ്കിൽ അലുമിനിയം is equal to PL/AE of aluminum. Okay, just എല്ലാ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, you will get the value, and the value is 0.1 mm. Okay, you can have a check. Okay,
അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, എന്നുള്ള പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കാം. ഇപ്പോൾ അൾട്ടിമേറ്റ്ലി ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ 2 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഈ ഇക്വിലിബ്രിയം ഇക്വേഷൻ ആണ്. ഇത് ഏത് ചെറിയ കുട്ടിക്കും ഇത് ഓർമ്മ ഉണ്ടാവേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റേണ്ട കാര്യമാണ്. കാരണം നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ഈ രണ്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. അപ്പോൾ 50 ഈസ് ഈക്വൽ ടു പി അലുമിനിയം പ്ലസ് പി സ്റ്റീൽ. ഓക്കെ, നോ അങ്ങനെയാണെങ്കിൽ എന്ത് വന്നു, പിന്നെ അതുകൊണ്ട് സോൾവ് ചെയ്യാൻ കഴിയില്ല. നമ്മൾ നോക്കിയപ്പോൾ എന്താ, കോമ്പൗണ്ട് ബാർ ആണ്. കോമ്പൗണ്ട് ബാറിന്റെ സ്പെഷ്യാലിറ്റി എന്ന് തന്നെ പറയുന്നത് ഡീഫോർമേഷൻ സെയിം ആണെന്നുള്ളതാണ്. അപ്പോൾ ഡെൽറ്റ എൽ ഓഫ് അലുമിനിയം എന്ന് പറയുന്നത് ഡെൽറ്റ എൽ ഓഫ് സ്റ്റീൽ ആണ്. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. പിന്നെ സോൾവ് ചെയ്യാത്ത അത് സോൾവ് ചെയ്യാന്നുള്ളത് ഒരു 10ാം ക്ലാസ് അല്ലെങ്കിൽ ഒരു 8ാം ക്ലാസ്സിലെ കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ യു ക്യാൻ സോൾവ് ദാറ്റ് ആൻഡ് യു ക്യാൻ ഫൈൻഡ് ദ ആൻസർ. ഓക്കെ, ഓക്കെ, ഇതാണ് അതിലെ ഒരു ബേസിക് പ്രോബ്ലം. ഇതൊരു കേസ് 1 ടൈപ്പ് ആണ്. ഞാനിങ്ങനെ ഈ മൊത്തം ഈ കോമ്പോസിറ്റ് ബാറിന്റെ പ്രോബ്ലത്തിന് 3 ഡിഫറെന്റ് കേസസ് ആയിട്ട് തിരിക്കാൻ പറ്റും. ഓക്കെ, ഇത് നമ്മളെ ഒരു കേസ് 1 ആയിട്ട് നിൽക്കട്ടെ. ഫസ്റ്റ് കേസിൽ 2 ഡിഫറെന്റ് ബാർസ്. ഓക്കെ, ഇനി ഇത് തന്നെ പല രീതിയിൽ ചോദിക്കാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു കേസിൽ തന്നെ ചിലപ്പോൾ നമ്മളോട് പറയും ഒരു ബാറിന്റെ അകത്ത് വേറൊരു ബാർ. ഓക്കെ, അപ്പോൾ ഇൻസൈഡ് സ്റ്റീല് ഔട്ടർ കോപ്പർ ഉള്ള ഒരു കോമ്പോസിറ്റ് ബാർ. ഓക്കെ, ഇങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. ഇതിൽ ഫോഴ്സ് അപ്ലൈ ചെയ്തു, ഇതിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ടാവും, ഔട്ടർ ഡയമീറ്റർ തന്നിട്ടുണ്ടാവും. ഓക്കെ, അതിൽ ലോഡ് അപ്ലൈ ചെയ്യുന്നു, അതിൽ ടോട്ടൽ എക്സ്റ്റൻഷൻ ഉണ്ടാകുന്നു. അപ്പൊ ശ്രദ്ധിക്കണം, ഒന്നിന്റെ അകത്താണ് ഒന്നെങ്കിൽ അതിന്റെ ഡയമീറ്റർ ആ കൂടെ മാറുന്നത് തന്നെ ഡയമീറ്റർ എടുക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. ബാക്കിയെല്ലാം സെയിം ആണ്. ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് സ്റ്റീലിലും കോപ്പറിലും ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. ഓക്കെ, എന്ന് വെച്ചാൽ ഇങ്ങനെ ഉണ്ടാവുക. ബാർ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുക, സെന്ററിൽ ഇങ്ങനെ ഉണ്ടാവും. ഇതിവിടെ ഒരു ലോഡ് അപ്ലൈ ചെയ്യുന്നുണ്ടാവും, പി എന്നുള്ള ലോഡ്. ഇത് സ്റ്റീലാണ്, ഇത് കോപ്പർ ആണ്. ഔട്ടർ പോർഷനിൽ കോപ്പർ. ഓക്കെ, സർക്കുലർ ആണ്. അതിന്റെ റേഡിയസ് തന്നിട്ടുണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും. ഇതിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ടാവും. ഡയമീറ്റർ സം 50, സം ഡയമീറ്റർ 20 എന്നൊക്കെ പറഞ്ഞിട്ട് സാധനം തന്നിട്ടുണ്ടാവും. യു ക്യാൻ സോൾവ് ആൻഡ് ഫൈൻഡ് ദ വാല്യൂസ് ആക്ടിങ് ഓൺ സ്ട്രെസ്, സ്ട്രെസ് വാല്യൂസ് ആക്ടിങ്. റൈറ്റ്, ഡയറക്റ്റ് ആണ്. അതൊക്കെ അതിന്റെ ഡിഫറെന്റ് പ്രോബ്ലംസ് ഉണ്ട്. നിങ്ങൾ അതെന്തായാലും സോൾവ് ചെയ്ത് നോക്കണം. അത് നിങ്ങളുടെ അസൈൻമെന്റ് ആയിട്ട് ഞാൻ തരികയും ചെയ്യും. ഓക്കെ, റൈറ്റ്. അപ്പൊ അതൊരു കേസാണ്. ആ കേസിന്റെ വെറൈറ്റി ഓഫ് പ്രോബ്ലംസ് ഉണ്ട്. അതൊക്കെ നോക്കണം, കുറച്ച് കാര്യത്തിൽ തന്നെ നോക്കണം. ഓക്കെ, ചിലപ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം പലപ്പോഴും യൂണിവേഴ്സിറ്റിയിൽ വരുന്ന ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഒരു കോൺക്രീറ്റ് ബാർ. ഓക്കെ, ഇതൊരു കോൺക്രീറ്റ് ബാർ ആണ്. ഓക്കെ, ഒരു കോൺക്രീറ്റ് ബാർ, അതിന്റെ അകത്ത് 4 സ്റ്റീൽ ബാർ വെച്ചിട്ടുണ്ട്. 4 സ്റ്റീൽ ബാർ വെച്ച കേസ്. ഓക്കെ, ഒരു കോമ്പോസിറ്റ് ബാറിന്റെ അകത്ത് 4 ഡിഫറെന്റ് സ്റ്റീൽ ബാർസ് വെച്ചിട്ടുണ്ട്. അതിന്റെ ഫോഴ്സ് പി ഈസ് ആക്ടിങ്, ആക്സിയൽ ലോഡ് പി ഈസ് ആക്ടിങ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാണ് ഒരു കണ്ടീഷൻ. ഇത് കോൺക്രീറ്റ് ആണ്, കോൺക്രീറ്റ്. ഇത് സ്റ്റീൽ ബാർസ് ആണ്, സ്റ്റീൽ ബാർസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഫൈൻഡ് ദ സ്ട്രെസ് ആക്ടിങ് ഓൺ കോൺക്രീറ്റ്, സ്ട്രെസ് ആക്ടിങ് ഓൺ സ്റ്റീൽ എത്രയാണെന്നും സ്ട്രെസ് ആക്ടിങ് ഓൺ കോൺക്രീറ്റ് എത്രയാണെന്നും ചോദിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ എല്ലാം പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സെയിം ആണ്. എന്താണ് ഈ ഒരു കേസിൽ നമുക്ക് പി ടോട്ടൽ ലോഡ് പി ഈസ് ഈക്വൽ ടു പി ആക്ടിങ് ഓൺ കോൺക്രീറ്റ് പ്ലസ് പി ആക്ടിങ് ഓൺ സ്റ്റീൽ ബാർസ്. ഓക്കെ, നൗ അഗൈൻ അടുത്ത കണ്ടീഷൻ ഡെൽറ്റ എൽ ഓഫ് സ്റ്റീൽ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ഓഫ് കോൺക്രീറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ പി എൽ ബൈ എ ഓഫ് സ്റ്റീൽ ഇസ് ഈക്വൽ ടു പി എൽ ബൈ എ ഓഫ് കോൺക്രീറ്റ്. ഇവിടെയാണ് കുറച്ച് കൺഫ്യൂഷൻസ് വരിക. ഓക്കെ, ഈ ഒരു സ്ഥലത്ത് എത്തുമ്പോഴാണ് പലപ്പോഴും കൺഫ്യൂഷൻ വരിക. ഇവിടെ പിന്നെ ടോട്ടൽ ഫോഴ്സ് പി എന്ന് പറയുന്നത് പി ആക്ടിങ് ഓൺ കോൺക്രീറ്റ് ശരി തന്നെ. പി ആക്ടിങ് ഓൺ സ്റ്റീൽ ബാർസ് എന്ന് പറയുമ്പോൾ എത്ര ബാർ ഉണ്ടെന്നും കൂടെ പറയണം. ഇവിടെ നമുക്ക് 4 ബാർ ഉണ്ടെങ്കിൽ പ്ലസ് 4 ടൈംസ് പി സ്റ്റീൽ എന്ന് പറയണം. റൈറ്റ്, അങ്ങനെ. കാരണം ഈ ലോഡ് എന്ന് പറയുന്നത് ഒരു ഇപ്പൊ ഞാൻ ആദ്യം ഏത് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പി കോൺക്രീറ്റ് പ്ലസ് ഒരു സ്റ്റീൽ ബാറിന്റെ കണ്ടീഷൻ ആവില്ല. റൈറ്റ്, പക്ഷെ ഇവിടെ ആക്ച്വലി 4 സ്റ്റീൽ ബാർസ് ഉണ്ട്. സോ 4 സ്റ്റീൽ ബാറും നമുക്കിവിടെ കൺസിഡർ ചെയ്യണം. Therefore, in that case, P is equal to P concrete plus 4 steel bars എന്ന് വരും. റൈറ്റ്, നൗ ഡീഫോർമേഷൻ എടുക്കുമ്പോൾ ഡയറക്റ്റ് ഡീഫോർമേഷൻ എടുക്കാം. പക്ഷെ ഡീഫോർമേഷൻ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സ്റ്റീൽ ബാറിന്റെ ഏരിയ എടുക്കുന്ന സമയത്ത് ഒരു സ്റ്റീൽ ബാറിന്റെ, ഇവിടെ നമ്മൾ ഡീഫോർമേഷൻ നോക്കുന്നത് ഒരു സ്റ്റീൽ ബാറിന്റെയും കോൺക്രീറ്റിന്റെയാണ്. അപ്പോൾ ഏരിയ എടുക്കുമ്പോൾ ഒരു സ്റ്റീൽ ബാറിന്റെ ഏരിയ മാത്രം എടുക്കാം. 5/4 d square, ഒന്നിന്റെ മാത്രം. 4 ടൈംസ് കൊടുക്കരുത്, ഒന്നിന്റെ മാത്രം. ഓക്കെ, അത് മറക്കരുത്. പക്ഷെ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഏരിയ ഓഫ് ദ കോൺക്രീറ്റ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആക്ച്വൽ ഏരിയന്ന് മൈനസ് 4 ഇൻറ്റു ഏരിയ ഓഫ് സ്റ്റീൽ ബാർ ചെയ്യുന്നു.
ഓക്കെ, കാരണം അത്രയും ഏരിയ അവിടുന്ന് റെഡ്യൂസ് ചെയ്ത് പോകും. ഓക്കെ, അത്രയും ഏരിയ നമുക്ക് അവിടുന്ന് കുറക്കണം. കാരണം അത്രയും കോൺക്രീറ്റ് ഓക്യുപ്പൈ ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ സ്റ്റീൽ ബാർ പിന്നെ ഓക്യുപ്പൈ ചെയ്യുന്നത് അതെന്ത് കുറച്ചാലല്ലേ നമുക്ക് ആക്ച്വൽ കോൺക്രീറ്റിന്റെ ഏരിയ കിട്ടുള്ളൂ. അപ്പോൾ അത് ആക്ച്വൽ ഏരിയ തന്നെ എടുക്കണം. ഈ രണ്ട് കാര്യങ്ങളും കൂടെ എടുത്താൽ ഈ ഒരു പ്രോബ്ലം ഡയറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് ഒരു പ്രോബ്ലം കൂടെ നമുക്ക് അസൈൻമെന്റ് ആയിട്ട് തരും. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു കേസ്. ഇത് ശരിക്കും സെക്കൻഡ് കേസിൽ വരുന്ന ഒരു ടൈപ്പ് പ്രോബ്ലം ആണ്. ആ സെക്കൻഡ് കേസ് എന്താണെന്ന് ഞാൻ പറയാം. കേസ് 2 വരുന്നതാണ്. ഓക്കെ, നമുക്ക് കേസ് 2 ഇവിടെ തന്നെ പറയാം. ഓക്കെ, so your case 2 is when more than two bars are present. ഓക്കെ, ഇവിടെ നേരത്തെ നമ്മൾ ഒറ്റ ബാറിന്റെ കേസ് ആയിരുന്നു എടുത്തത്. ഫോർ എക്സാമ്പിൾ ഇതുപോലെ അതിന്റെ ഒരു അപ്ലിക്കേഷൻ ആയിരുന്നു കേട്ടോ നേരത്തെ കോൺക്രീറ്റിന്റെ പ്രോബ്ലം. ഇതിന്റെ ഒരു അപ്ലിക്കേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കേസിൽ മോർ ദാൻ 2 bars are present. ഇങ്ങനെ എടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുവരെ നിങ്ങളുടെ ആസ് പെർ സിലബസിൽ വരുന്ന ഇത്രയും കാര്യങ്ങളാണ്. ഇത് സ്റ്റീൽ ആയിക്കോട്ടെ, സ്റ്റീൽ ആയിക്കോട്ടെ, ഇതും സ്റ്റീൽ ആയിക്കോട്ടെ, ദിസ് വൺ ബി കോപ്പർ. റൈറ്റ്. ഓക്കെ, അപ്പൊ 2 സ്റ്റീൽ ബാറും ഒരു കോപ്പർ ബാറും. അപ്പൊ ഈ കണ്ടീഷൻ പറഞ്ഞാൽ 2 സ്റ്റീൽ ബാർ ആൻഡ് 1 കോപ്പർ ബാർ. ഇതാണ് കണ്ടീഷൻ. റൈറ്റ്. അപ്പൊ ഇങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോൾ 2 സ്റ്റീൽ ബാറും ഒരു കോപ്പർ ബാറുമാണ്. റൈറ്റ്. അപ്പൊ യെസ്, അപ്പൊ ഇങ്ങനെ ഒരു കണ്ടീഷൻ വരുന്ന സമയത്ത് എന്റെ ലോഡ് P is acting. Okay. To solve this kind of problem, എന്താണെന്ന് വെച്ചാൽ your total P will be distributed among steel bars and copper bars. Yes. Okay. അപ്പോൾ ഇതാണ് നേരത്തെ പറഞ്ഞ അതേ കാര്യം. That will be equal to P of P copper plus P steel. പോരാ അല്ലെ? P copper plus P steel ആയി തീർന്നില്ല. അത്ര 2 സ്റ്റീൽ ബാറും കൂടെ, അതിന് 2 സ്റ്റീൽ ബാറും ഒരു കോപ്പർ ബാറും കൂടിയിട്ടാണ് ആ ലോഡിനെ താങ്ങുന്നത്. അപ്പൊ എന്തായി? P steel plus P copper plus 2 times P steel എടുക്കണം. Okay. First equation complete ആവും. Okay. Now, again, ഈ ഒറ്റ ഇക്വേഷൻ കൊണ്ട് നമുക്ക് ഇന്ന് സോൾവ് ചെയ്യാൻ കഴിയില്ല. എന്ത് വേണം? യു ഹാവ് ടു യൂസ് ദ കോമ്പാക്ടിബിലിറ്റി condition. Okay, to solve this, you must use a compactability condition. Okay, and the compactability condition is like this: your delta L for steel will be equal to delta L for copper. Right? Delta L of steel എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം PL by AE for steel is equal to PL by AE for കോപ്പർ. ഓക്കെ, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു സ്റ്റീലും ഒരു കോപ്പറിന്, കാരണം ഡീഫോർമേഷൻ സെയിം ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്റ്റീലിന്റെ ഡീഫോർമേഷൻ ഈക്വൽ ടു ഒരു കോപ്പറിന്റെ ഡീഫോർമേഷൻ ആണ്. നമ്മളിപ്പോ 2 ടൈംസ് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ 2 സ്റ്റീലിന്റെ ഡീഫോർമേഷൻ കൂടെ ആഡ് ചെയ്തിട്ട് ഒരു ഇത്രയും ലെങ്ത്തും ഇത് ഇത്രയും മാത്രമേ ആയിപ്പോ. ഓക്കെ, അപ്പൊ എടുക്കുന്ന സമയത്ത് അത് ശ്രദ്ധിക്കണം. ഡീഫോർമേഷൻ ഓഫ് 1, ഓക്കെ, ഒരു സ്റ്റീൽ ബാറിന്റെ ആണ്, ഒരു ബാറും ഡീഫോർമേഷൻ ഓഫ് ഒരു കോപ്പർ ബാറിന്റെ കേസും എടുക്കുന്നത്, രണ്ടും ഈക്വൽ ആണ്. റൈറ്റ്. അപ്പൊ ഇത് സോൾവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? P steel into length of steel divided by area of steel. Okay, area of ഒന്നിന്റെ ആണ് area of steel. Okay, cross sectional area 5/4 into d square. Okay, into Young's modulus of steel is equal to P of copper into length of copper divided by area of copper into Young's modulus of copper. Okay, അപ്പോൾ ചില ടെക്സ്റ്റ് ബുക്സ് നിങ്ങൾ റെഫർ ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്ന കാര്യം, ഈ ഒരു ഇവിടെ നെഗ്ലക്ട് ചെയ്യും. P കോപ്പർ പ്ലസ് P സ്റ്റീലിനെ ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഏരിയ വരുന്ന സ്ഥലത്ത് എന്ത് ചെയ്യുന്ന വെച്ചാൽ 2 ടൈംസ്, ഇപ്പൊ 2 സ്റ്റീൽ ഉണ്ടെങ്കിൽ 2 ടൈംസ് ഏരിയ എടുക്കുന്നുണ്ടാവും. ഓക്കെ, പക്ഷെ അതൊരു കൺഫ്യൂസിംഗ് ആണ്. ചില ടെക്സ്റ്റ് ബുക്സ് അങ്ങനെ ഫോളോ ചെയ്യുന്നതാണ്. നമുക്ക് ഈ ഇതേ മെത്തേഡ് ഫോളോ ചെയ്താൽ, നിങ്ങളൊരു കാര്യം ചെയ്താൽ സോൾവ് ചെയ്യുമ്പോൾ ഇതേ മെത്തേഡ് സോൾവ് ചെയ്യാൻ നിങ്ങൾ ആൻസർ സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതേ മെത്തേഡ് വേറൊന്നും നിങ്ങൾ ആലോചിക്കണം. ടെക്സ്റ്റ് ബുക്സിൽ പല രീതിയിൽ കാണാം, ചില വേരിയേഷൻസ് കാണാം, ബട്ട് ഡോണ്ട് ഫോളോ ദാറ്റ്. ഒരു കൺഫ്യൂഷൻ എന്തായാലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒറ്റ മെത്തേഡ് ഫോളോ ചെയ്യുക, യു വിൽ ഗെറ്റ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഫൈനലി യു ക്യാൻ ചെക്ക് ദ ആൻസർ. റൈറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കോമ്പോസിറ്റ് ബാറിന്റെ കേസ് ഉള്ളത്. താങ്ക് യു. എക്സ്ട്രാ പ്രോബ്ലംസ് നിർബന്ധമായിട്ട് സോൾവ് ചെയ്ത് നോക്കാം. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, താങ്ക് യു.